കേരളത്തിലെ ആരോഗ്യവകുപ്പ് വീണ്ടും കാര്യക്ഷമതയുടെയും അതിവേഗ പ്രതിരോധത്തിന്റെയും മാതൃകയാവുകയാണ്. കോഴിക്കോട് ജൂലൈ ആദ്യം സ്ഥിരീകരിച്ച നിപ ബാധിച്ച 43-കാരനായ ഫറൂഖ് സ്വദേശി പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കേവലം ഒരു രോഗിയുടെ മുക്തി മാത്രമല്ല, മറിച്ച് ഒരു സർക്കാരിന്റെയും ആ വകുപ്പിനെ നയിക്കുന്ന മന്ത്രിയുടെയും തിളക്കമാർന്ന ഭരണമികവിന്റെ സാക്ഷ്യപത്രം കൂടിയാണ്. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോൾ പ്രവർത്തന മികവിലും ജനസമ്പർക്കത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ്. പ്രതിസന്ധികളെ ഭയപ്പെടാതെ മുന്നിൽ നിന്ന് നയിക്കാനും വിമർശിച്ചവരുടെ വായടുപ്പിക്കുന്ന തരത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും മുരളീധരൻ കാണിച്ച രാഷ്ട്രീയ പ്രാഗൽഭ്യവും ഭരണപാഠവും ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. നിപ പ്രതിരോധത്തിൽ കൈവരിച്ച ഈ വൻ വിജയം മന്ത്രി കെ മുരളീധരന്റെ കിരീടത്തിലെ ഏറ്റവും തിളക്കമുള്ള പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. സ്ഥാനമേറ്റെടുത്ത ആദ്യ നാളുകളിൽ തന്നെ പകർച്ചവ്യാധികളും നിപയും റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രതിപക്ഷം ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. സർക്കാരിന്റെ ആരംഭത്തിലുണ്ടായ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ ആയുധമാക്കി വകുപ്പിന്റെ പ്രതിച്ഛായ തകർക്കാൻ പ്രതിപക്ഷം പരമാവധി ശ്രമിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളിൽ തളരുകയോ ഒളിച്ചോടുകയോ അല്ല കെ മുരളീധരൻ ചെയ്തത്. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ കൂർത്തമുനകളെ തന്റേതായ സ്റ്റൈലിൽ അടിയന്തര നടപടികളിലൂടെ ഒടിച്ചു കളയാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സാധിച്ചു. കോഴിക്കോട്ട് നിപ റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ ശാസ്ത്രീയവും ദ്രുതഗതിയിലുള്ളതുമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം നേരിട്ടെത്തി. ഓരോ ഘട്ടത്തിലും വകുപ്പിനെ ഏകോപിപ്പിക്കുകയും റൂട്ട് മാപ്പുകൾ കൃത്യമായി പുറത്തിറക്കുകയും സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്താൻ സംവിധാനങ്ങളെ സജ്ജമാക്കുകയും ചെയ്തതിലൂടെ ഒരു ജീവൻ പോലും പൊലിയാതെ നിപയുടെ ഭീഷണിയിൽ നിന്ന് കോഴിക്കോടിനെ കാക്കാൻ അദ്ദേഹത്തിനായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് വീഴ്ചകളോ വിവാദങ്ങളോ ഉണ്ടായാലും അന്നത്തെ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിരന്തരം ആവർത്തിച്ചിരുന്ന ഒഴിവുകഴിവ് സിസ്റ്റത്തിന്റെ തകരാറാണെന്നായിരുന്നു. ആ തകരാറുള്ള സിസ്റ്റം നേരെയാക്കാനും ആരോഗ്യരംഗത്തെ പടുകുഴിയിൽ നിന്ന് കരകയറ്റാനും 5 വർഷക്കാലം ഭരിച്ചിട്ടും കഴിഞ്ഞ സർക്കാരിന് യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് കെ മുരളീധരൻ എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി വേറിട്ടു നിൽക്കുന്നത്. തകരാറിലായ സിസ്റ്റത്തെ പഴിച്ചു സമയം കളയാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ആ സിസ്റ്റത്തെ അടിമുടി ഉടച്ചു വാർക്കാനും വകുപ്പിനെ ക്രിയാത്മകമാക്കാനും അദ്ദേഹം തുനിഞ്ഞിറങ്ങി. ചുമതല ഏറ്റുടൻ തന്നെ നല്ല തുടക്കം എന്ന പേരിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് വകുപ്പിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ അദ്ദേഹം പിത്തുപാകി. അതിനു പിന്നാലെ സംസ്ഥാനത്തുടനീളം ഡ്രൈ ഡേ ആചരിക്കാനും കായൽക്കൽപ്പം എന്ന പേരിൽ വിപുലമായ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. UDF സർക്കാരിന്റെ ഈ 2 മാസത്തിനുള്ളിൽ അത്രയേറെ ജനോപകാരപ്രദമായ തീരുമാനങ്ങളാണ് മുരളീധരൻ കൈക്കൊണ്ടത്. ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തും ആശുപത്രികളുടെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തിയും അദ്ദേഹം ആരോഗ്യവകുപ്പിന് പുതിയൊരു ഊർജ്ജം നൽകി. കേവലം ഓഫീസുകളിൽ ഇരിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും കാണിച്ച ആർജവം അദ്ദേഹത്തെ ജനപ്രിയനായ മന്ത്രിയാക്കി മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗബാധിതൻ 0-ലേക്ക് രോഗമുക്തനായി തിരികെ നടക്കുമ്പോൾ അത് UDF സർക്കാരിന്റെ കൃത്യമായ സമയബന്ധിത ഇടപെടലിന്റെ വിജയമാണ്. പഴികേട്ട സ്ഥാനത്ത് നിന്ന് ജനങ്ങളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പിനെ മാറ്റിയെടുക്കാൻ കെ മുരളീധരന് കഴിഞ്ഞു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും കേരളത്തിലെ ആരോഗ്യരംഗം സുരക്ഷിതമായ കരങ്ങളിൽ ാണെന്ന് തെളിയിക്കുകയാണ് മന്ത്രി.